ഹായ് ഫ്രണ്ട്സ്, മഴതോരം മുമ്പേ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രോഹിത് കുടിച്ച് ലെക്ക് കെട്ട് വീട്ടിലേക്ക് കയറി വരികയാണ്. ആ സമയം ബബിതയും കൃഷ്ണമോളും അലീനയും മാത്രമേ വീട്ടിലുള്ളൂ. ബാലചന്ദ്രൻ ആ സമയത്ത് ഷോപ്പിലായിരിക്കും കേട്ടോ. കൃഷ്ണമോൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും തന്നെ അലീന പറഞ്ഞായിരുന്നു, രോഹിത് രാവിലെ അമ്മയെ ഹോസ്പിറ്റലിൽ കാണാനാണെന്നും പറഞ്ഞില്ലേ നേരത്തെ പോയത്, എന്നിട്ട് അവന് ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ടില്ല. അച്ഛൻ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് രോഹിത് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല എന്ന്. പിന്നെ അവൻ നേരത്തെ ഇറങ്ങി എവിടെ പോയതാ? കോളേജിലേക്ക് തന്നെയാണ് പോയേക്കെന്നുള്ളത് ആർക്കറിയാം എന്നൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രോഹിത് മദ്യവെച്ച് ലെക്ക് കെട്ട് വണ്ടി ഓടിച്ച് വരികയാണ് കേട്ടോ. അത് കാണുമ്പോൾ അലിനിക്ക് നന്നായിട്ട് പേടിയാവുന്നുണ്ട്. നേരെ നിവർന്നു നിൽക്കാൻ പോലും കഴിയാതെ ആടി ആടിയാണ് രോഹിത് അകത്തേക്ക് കയറി വരുന്നതും. രോഹിത് കയറി വന്ന പാടെ തന്നെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, രോഹിത് നിന്നും കുടിച്ചിട്ടാണല്ലേ വന്നേക്കുന്നത്? ഇതെന്തായാലും ഇന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞു കൊടുക്കും. ഇന്നലെയും കൂടി അച്ഛൻ രോഹിതനെ ഉപദേശിച്ചല്ലേ ഉള്ളൂ, എന്നിട്ട് ഇന്ന് തന്നെ രോഹിതൻ ഇത്രയും കുടിച്ചിട്ടാണോ വന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും രോഹിത്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അല്ലെങ്കിലും രോഹിത്തിന് നല്ല ടെൻഷനും പേടിയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ രോഹിത് ദേഷ്യത്തോടെ കൃഷ്ണയോട് പറയുന്നുണ്ട്, ഡി നീ എന്നെ പേടിപ്പിക്കാനൊന്നും വരണ്ട. മദ്യപിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. എനിക്ക് പ്രായപൂർത്തിയായി. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് നീ കൂടുതൽ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരണ്ട. ഞാൻ രാവിലെ നിന്നോട് പറഞ്ഞായിരുന്നല്ലോ, നീ നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ആടി ആടി മുകളിലേക്ക് കയറി പോകാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും കൃഷ്ണൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, രോഹിയേട്ടൻ അവിടെ നിന്നേ, ഞാൻ ചോദിക്കട്ടെ, രോഹിയേട്ടൻ രാവിലെ എവിടെ പോയതാ? അമ്മയെ കാണാൻ ഹോസ്പിറ്റലിലേക്കാണെന്നും പറഞ്ഞില്ലേ ഇവിടുന്ന് നേരത്തെ ഇറങ്ങി പോയത്? എന്നിട്ട് രോഹിയേട്ടൻ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നില്ലെന്നൊക്കെയാണല്ലോ ഞങ്ങൾ അറിഞ്ഞത്. രോഹിയേട്ടൻ അത്രയും നേരത്തെ ഇറങ്ങി എവിടെ പോയതായിരുന്നു? ഇന്ന് രോഹിയേട്ടൻ അതിന് കോളേജിലേക്ക് പോയായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും രോഹിത്തിന് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ഓ അതാണോ? അത് പിന്നെ ഞാൻ നേരെ കോളേജിലേക്ക് തന്നെ പോയി. ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നൊക്കെ കരുതിക്കൊണ്ടാ താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ തോന്നിയില്ല. ഞാൻ പിന്നെ നേരെ അങ്ങ് കോളേജിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രോഹിത് കയറി പോകാൻ തന്നെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അലീന ചോദിക്കുന്നുണ്ട്, നിന്റെ കൂടെ ഇന്ന് മദ്യപിക്കാൻ കൊല്ലപ്പള്ളിയിലെ ഹരിയും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ രോഹിത് ആകെ ഒന്ന് ഷോക്കായിട്ട് ഉത്തരം കിട്ടാതെ ഇങ്ങനെ പതറി നിൽക്കുകയാണ് കേട്ടോ. രോഹിത് എന്നിട്ട് പറയണ്ട്, അത് പിന്നെ ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടി? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ പോയി ഞാൻ കുടിക്കും. എൻ്റെ കാര്യത്തിൽ നീ കൂടുതൽ ഉണ്ടാക്കാനൊന്നും നിൽക്കേണ്ടടി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അലീനയോട് ദേഷ്യപ്പെട്ടിട്ട് റൂമിലേക്ക് കയറി പോവുകയാണ്. അലീന പറയുന്നുണ്ട് കൃഷ്ണമോളോട്, എന്തോ ഒരു കുഴപ്പമുണ്ട് മോളെ. ഹരിയുടെ കാര്യം ചോദിച്ചപ്പോൾ അവൻ്റെ മുഖം മാറിയത് കണ്ടില്ലേ? അവൻ എന്തിനെയോ പേടിക്കുന്നുണ്ട്. രാവിലെ അവൻ ഇവിടുന്ന് പോയപ്പോഴും അവൻ്റെ പോക്ക് എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നിയില്ല. അവൻ്റെ മുഖത്ത് നല്ല പേടിയുണ്ടായിരുന്നു. എന്തോ ഒരു തരിയുടെ പണി ഇവർ ഒപ്പിച്ചു വെച്ചെന്നാ തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ അലീന പറയുകയാണ്. കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛൻ വരട്ടെ ചേച്ചി, ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. രോഹിയേട്ടന് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇന്ന് എന്തായാലും രോഹിയേട്ടൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. ഇതിപ്പോൾ എല്ലാ ദിവസവും കുടിച്ചിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇത് ഞാൻ നിർത്തിക്കുമെന്നൊക്കെ തന്നെ നമ്മുടെ കൃഷ്ണമോള് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് ബാലചന്ദ്രൻ വീട്ടിലേക്ക് വരികയാണ്. നേരെ റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് താഴോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. ആ സമയത്താണ് അലീനയും കൃഷ്ണമോളും വൈജയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത്, അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഡിസ്ചാർജായി പൊക്കോളാൻ. പക്ഷേ വൈജിക്കായി ഇപ്പോൾ നിർബന്ധം. വേറെ വീടോ ഫ്ലാറ്റോ ഏതാണ്ട് എടുത്ത് അങ്ങോട്ടേക്ക് താമസം മാറാനാ ഉദ്ദേശം. നീ ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ വീട്ടിൽ കാലുകുത്തില്ലെന്ന് പറഞ്ഞ ഒരേ വാശിയിൽ നിൽക്കുക. ഇപ്പോഴും അഹങ്കാരത്തിന്റെ കൊടുമുടി കയറിക്കൊണ്ടിരിക്കുക അവൾ കയറട്ടെ, കയറാൻ പറ്റുന്നിടത്തോളം അവൾ കയറട്ടെ. അവസാനം മുകളിൽ നിന്ന് താഴേക്കൊരു വീഴ്ചയുണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. അതാ എനിക്ക് കാണണ്ടെന്നൊക്കെ ബാലചന്ദ്രൻ ഒരു ചിരിയോടെ തന്നെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല അച്ഛാ എന്നിങ്ങനെ കൃഷ്ണമോള് ചോദിക്കുമ്പോഴേക്കും ആർക്കറിയാം മോളെ, ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ നിർബന്ധിക്കില്ല. അവൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം, വന്ന് താമസിക്കാം. പക്ഷേ ഒരു ഭാര്യയായിട്ട് അവളെ കാണാനാവില്ല എന്നൊക്കെ തന്നെ ബാലചന്ദ്രൻ തീർത്ത് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോളും അലീനയും സങ്കടപ്പെട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. രോഹിത്തും ബബിതയൊക്കെ എന്തേന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രണ്ടുപേരും ഒന്ന് മിണ്ടാതെ നിൽക്കുകയാണ്. എന്തു പറ്റി, അവർ ഫുഡ് കഴിച്ചോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും കൃഷ്ണമോള് പറയുന്നുണ്ട്, ബബിതേച്ചി നേരത്തെ തന്നെ ഫുഡ് കഴിച്ചിട്ട് കിടന്നു. പക്ഷേ രോഹിയേട്ടൻ മുകളിലുണ്ട് അച്ഛാ. ഫുഡ് കഴിക്കാനൊന്നും ഇറങ്ങി വന്നില്ല. ഇന്നും കുടിച്ച് ലെക്ക് കെട്ടാ കയറി വന്നെന്നൊക്കെ പറയുകയാണ് കൃഷ്ണമോള്. അപ്പോഴേക്കും ബാലചന്ദ്രന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇന്നലെ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ, എന്നിട്ടും അവൻ ഇന്ന് എന്നെ തോൽപ്പിക്കാനാണോ ഇന്ന് മദ്യപിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്? ഇവൻ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ബാലൻ ദേഷ്യപ്പെട്ട് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. എന്നിട്ട് ബാലൻ ഡോറിൽ ആഞ്ഞടിക്കുമ്പോഴേക്കും ആടി ഉലഞ്ഞു വന്ന് ഡോർ തുറക്കുകയാണ് രോഹിത്. കുടിച്ച് ലെക്ക് കെട്ട് നിൽക്കുന്ന ഇവനോട് എന്ത് പറയാനാ? ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ അതവന്റെ തലയിൽ കയറുവോ എന്നൊക്കെ നമ്മുടെ ബാലേന്ദ്രൻ ഇങ്ങനെ പിറുപിറുക്കുകയാണ്. എന്നിട്ട് കിറങ്ങി നിൽക്കുന്ന രോഹിത്തിനോട് പറയണ്ട്, ഡാ രോഹിത്തെ, നിന്നോട് ഞാൻ ഇന്നലെയും കൂടി പറഞ്ഞല്ലേ മദ്യപിച്ച് വീട്ടിൽ വരരുതെന്ന്. എന്നിട്ട് നീ ഇന്ന് തന്നെ മൂക്കറ്റം കുടിച്ചിട്ടാണോ ഇങ്ങോട്ടേക്ക് കയറി വന്നത്?
എടാ, ഈ വീട്ടിൽ പെൺകുട്ടികൾ താമസിക്കുന്നുണ്ടെന്നുള്ളത് നിനക്കറിയില്ലേ? എന്നിട്ടും ഒരു ബോധമില്ലാതെയാണോടാ നീ ഈ വക പരിപാടികളൊക്കെ കാണിക്കുന്നത്? ഇനിയും ഇതുപോലെ നീ കാണിച്ചാ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ അടിച്ച് പുറത്താക്കും. അത് നിനക്ക് ഓർമ്മ വേണം. ആട്ടെ, അമ്മയെ കാണാൻ ഹോസ്പിറ്റലിൽ പോവാണെന്ന് പറഞ്ഞാണല്ലോ നീ രാവിലെ ഇവിടുന്ന് നേരത്തെ ഇറങ്ങിയത്. എന്നിട്ട് നീ അമ്മയെ കണ്ടോന്ന് തന്നെ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പൊ രോഹിത് ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. ബാലചന്ദ്രൻ പറയുന്ന പകുതി കാര്യങ്ങളും രോഹിത്തിന് മനസ്സിലാകുന്നില്ല. ബാലിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഒരെണ്ണം തന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അടിക്കാൻ കൈയൊങ്ങയാണ് രോഹിത്തിനെ. അച്ഛാ, എന്നെ തല്ലല്ലേ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ രോഹിത് പിന്നോട്ട് മാറുകയാണ്. ഇപ്പൊ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. ആദ്യം നിന്റെ തലയിൽ നീ കെട്ടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് ഞാൻ നിന്നോട് ചോദിച്ചോളാം. എന്നിട്ട് നിന്നെ ഞാൻ കാണേണ്ട രീതിക്ക് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് തന്നെ ബാലചന്ദ്രൻ രോഹിത്തിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. താഴേക്ക് ദേഷ്യപ്പെട്ട് ഇറങ്ങി വരുന്ന ബാലചന്ദ്രനോട് അലീന ചോദിക്കുന്നുണ്ട്, അച്ഛാ, അവനെന്തെങ്കിലും പറഞ്ഞോ? അവൻ ഫുഡ് കഴിക്കാൻ ഇറങ്ങി വരുവോ എന്ന് ചോദിക്കുമ്പോഴേക്കും, ഇല്ല മോളെ, അവൻ കുടിച്ച് ലെക്ക് കെട്ടിയിരിക്കുകയല്ലേ, ഒരു ബോധവും ഇല്ല അവന്. ഞാൻ പറയുന്ന എന്തുവാന്ന് കേൾക്കാനുള്ള ഒരു ബോധം പോലും അവനില്ല. പിന്നെ അവനോടൊക്കെ എന്ത് പറയാനാ? എന്തായാലും അവന്റെ തലയിലെ കെട്ടിറങ്ങട്ടെ, നാളെ അവനെ വേണ്ട രീതിക്കൊന്ന് പിടിക്കാന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. എന്നാ അച്ഛൻ വന്ന് ഫുഡ് കഴിക്കുക എന്നിങ്ങനെ പറയുമ്പോഴേക്കും, നിങ്ങൾ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് അലീനയോട്. ഇല്ല, അച്ഛൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാനും കൃഷ്ണമോളും ഫുഡ് കഴിച്ചിട്ടില്ല. നമുക്ക് മൂന്നവർക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാന്ന് പറയുക. ആ, എന്നാ എടുത്തോ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാന്നൊക്കെ പറയുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. അങ്ങനെ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തോ ഒരു കുഴപ്പമുള്ളതായിട്ട് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് മോളെ. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ട്. അതെന്താണെന്ന് എനിക്ക് അങ്ങോട്ടേക്ക് മനസ്സിലാകുന്നില്ല. മാനസികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീനയും പറയുന്നുണ്ട്, അതേ അച്ഛാ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നേ. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. രോഹിത് ഇന്ന് മദ്യപിച്ച് ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഹരിയുടെ കൂടെ ചേർന്നാണോ നീ മദ്യപിച്ചെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അവൻ അങ്ങ് വല്ലാണ്ട് ഷോക്കായി നിൽക്കുകയായിരുന്നു. അവൻ പെട്ടെന്ന് പേടിച്ച് സംസാരിക്കുന്ന പോലെയായി. ഇനി ഹരിയുടെ കൂടെ കൂടി എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടിയോന്നൊന്നും അറിയില്ലല്ലോ അച്ഛാ എന്നിങ്ങനെ നമ്മുടെ അലീനെ ചോദിക്കുമ്പോഴേക്കും, അറിയില്ല മോളെ, എന്തായാലും രാവിലെ അവനോട് തന്നെ ചോദിക്കാമെന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. ഇതേ സമയത്ത് ശരണ്യയുടെ കേസ് കൈവിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. 3 പേരും കൂടെ ശരണ്യെ റേപ്പ് ചെയ്ത് ആ കുട്ടി വളരെ സീരിയസ് കണ്ടീഷനിലായിട്ട് ഹോസ്പിറ്റലിലാണ്. ശരണ്യെ അവർ 3 പേരും കൂടി ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാനാവാതെ പേടിച്ച് വിറച്ചാണല്ലോ രോഹിത് അവിടുന്ന് പോരുന്നതും. അതുകൊണ്ട് തന്നെ അവിടെ പിന്നെ എന്ത് സംഭവിച്ചു എന്നൊന്നും തന്നെ രോഹിത്തും അറിഞ്ഞിട്ടില്ല. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയെന്ന് മനസ്സിലാകുമ്പോഴേക്കും ഹരിയും ഹരിയുടെ ഫ്രണ്ട്സും കൂടെ എല്ലാം രോഹിത്തിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനൊക്കെ നോക്കുന്നുണ്ട്. ശരണ്യെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും തന്നെ അവര് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് ഇവരറിയാതെ തന്നെ ആശുപത്രിയിലുള്ളവര് പോലീസുകാർക്ക് ഇൻഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ പോലീസും വരുന്നുണ്ട്. ഇവരെ 3 പേരും അറസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ സംഭവങ്ങളൊന്നും തന്നെ രോഹിത് അറിയുന്നില്ല കേട്ടോ. പിറ്റേ ദിവസം രാവിലെ അലീന മുറ്റമടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ 2 വണ്ടി നിറയെ പോലീസ് ഓഫീസേഴ്സ് മുറ്റത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അലീന പേടിച്ചു മറിച്ച് അകത്തേക്ക് കയറിപ്പോയി. എന്നിട്ട് ബാലചന്ദ്രനെ പോയി വിളിക്കുന്നുണ്ട്. വെളുപ്പാങ്കാലം ആയതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ നല്ല ഉറക്കത്തിലുമായിരുന്നു. അലീന ബാലന്റെ മുറിയുടെ ഡോറിൽ മുട്ടി വിളിക്കുകയാണ്, അച്ഛാ അച്ഛാ ഒന്ന് എഴുന്നേൽക്കച്ചാ, അത്യാവശ്യം ആയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അലീന ഡോറിൽ മുട്ടി വിളിക്കുകയാണ്. ബാലൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഡോറ് തുറന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടി, എന്തു പറ്റി, എന്താ കാര്യം, ഈ കൊച്ചുവെളുപ്പാങ്കാലത്ത് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അച്ഛാ, അത് പിന്നെ പോലീസ്, 2 വണ്ടി നിറയെ പോലീസുകാർ മുറ്റത്ത് വന്ന് നിൽക്കുന്നു, എനിക്ക് അങ്ങ് പേടിയാകുന്നു അച്ഛാ എന്നും പറഞ്ഞ് അലീന അങ്ങ് വല്ലാണ്ട് പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ബാലൻ ചോദിക്കുന്നുണ്ട്, പോലീസോ, അവരെന്താ ഇത്ര വെളുപ്പിന് തന്നെ? ഞാൻ ഇപ്പം തന്നെ വരാൻ മോളെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ബ്രഷ് ചെയ്യാനായിട്ട് കയറി പോവുകയാണ്. അലീന താഴേക്ക് ചെല്ലുമ്പോഴേക്കും CIയും SIയും ഒക്കെ അകത്തേക്ക് കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മിസ്റ്റർ ബാലചന്ദ്രൻ എവിടെയെന്ന്. അച്ഛൻ ഇപ്പോൾ വരും, അച്ഛൻ ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ, ഇപ്പോൾ വരും എന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, അതെ പ്രശ്നമുണ്ട്, ഇത്തിരി സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്, കൂട്ടി മിസ്റ്റർ ബാലചന്ദ്രനെ വിളിക്കുമെന്ന് തന്നെ പറയുകയാണ് കേട്ടോ അവര്. അപ്പോഴേക്കും ബാലൻ താഴേക്ക് വരുന്നുണ്ട്. എന്താ സാർ, എന്താ പ്രശ്നം, ഇതെന്താ ഇത്ര വെളുപ്പിനെ എല്ലാവരെയും കൂട്ടി എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, രോഹിത് നിങ്ങളുടെ മകനല്ലേ എന്ന് ചോദിക്കുകയാണ് അവര്. നിങ്ങളുടെ മകൻ എവിടെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അവൻ ഇവിടെ ഉണ്ട് സാർ, എന്താ പ്രശ്നം, അവൻ മുകളിലുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും, അതെ, നിങ്ങളുടെ മകനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാന്ന് പറയുക കേട്ടോ. ബാലനും അലീനയും കൃഷ്ണയും ബബുദിയൊക്കെ അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. ബാലൻ ചോദിക്കുന്നുണ്ട്, എന്താ സാർ, എന്തിനാ എൻ്റെ മകനെ അറസ്റ്റ് ചെയ്യുന്നത്, അവൻ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ, നിങ്ങളുടെ മകനെതിരെ ഒരു പോക്സോ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് കേട്ടപാടെ എല്ലാവരും അങ്ങ് ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. സാർ, എന്തൊക്കെയാ സാർ ഈ പറയുന്നത്, അവൻ ഇന്നലെ രാത്രി ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും, അല്ല മിസ്റ്റർ, നിങ്ങളുടെ മകൻ അടങ്ങുന്ന 4 പേർ സംഘം ചേർന്ന് 18 വയസ്സായ ശരണ്യ എന്ന പേരുള്ള കുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തു. ആ കുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. വെള്ളത്തിൽ മയക്കുമരുന്ന് കലർത്തി അത് കുടിപ്പിച്ചതിന് ശേഷമാണ് ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. ബാക്കി 3 പേരും ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്.
അവരിപ്പോൾ സ്റ്റേഷനിലുണ്ട്. ഇവനെ കൂടി ഞങ്ങൾക്ക് കൊണ്ടുപോകണം. എവിടെ നിങ്ങളുടെ മകൻ? അവൻ ഇങ്ങോട്ട് വിളിക്കുന്നൊക്കെ തന്നെ അവർ ദേഷ്യപ്പെട്ട് പറയുകയാണ്. സർ, ഇത് ആരോ മനഃപൂർവ്വം അവനെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. അല്ലാതെ അവൻ അങ്ങനെ ഒന്നും ചെയ്യാനുള്ള ധൈര്യമില്ലെന്നൊക്കെ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും പോലീസുകാർ പറയുന്നുണ്ട്, മിസ്റ്റർ ബാലചന്ദ്രൻ, നിങ്ങൾക്ക് സമൂഹത്തിലൊരു അന്തസ്സും വിലയും നിലയൊക്കെ ഉള്ളവരാണ്, ഞങ്ങൾക്കറിയാം. എന്നാലും നിങ്ങളിതുവരെ നിങ്ങളുടെ മകന്റെ മറ്റൊരു മുഖം കാണാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അവനാണ് ഇതിൻ്റെയൊക്കെ മാസ്റ്റർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാം പ്ലാൻ ചെയ്തതിലും നടപ്പാക്കിയതിലുമൊക്കെ ഇവന്റെ പങ്ക് വളരെ വലുതാണ്. ബാക്കിയുള്ളതൊക്കെ ഇനി സ്റ്റേഷനിൽ ചെന്നിട്ടാകാം. വേഗം നിങ്ങൾ അവനെ വിളിക്കുക, അല്ലെങ്കിൽ എങ്ങനെ അവനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ പോലീസുകാർ. അപ്പോഴേക്കും ബബിതയോട് മോളിൽ ചെന്ന് രോഹിത്തിനെ വിളിച്ചോണ്ട് വരാൻ പറയുന്നുണ്ട് ബാലേന്ദ്രൻ. പെട്ടെന്ന് തന്നെ ബബിത ചെന്ന് രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. രോഹിത് എഴുന്നേറ്റ് വാതിൽ തുറക്കുമ്പോഴേക്കും, രോഹിട്ടൻ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി വരാൻ നോക്ക്. എന്താ? നീ ചെല്ല്, ഞാൻ കുറച്ചു നേരം കൂടെ കിടക്കട്ടെ, ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരാം എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, രോഹിട്ടനെ അന്വേഷിച്ച് താഴെ കുറേ പോലീസുകാർ എത്തിയിട്ടുണ്ട്. രോഹിട്ടൻ വേഗം തന്നെ താഴേക്ക് ഇറങ്ങി വാ എന്നും പറയുന്നുണ്ട് ബബിത. അതും പറഞ്ഞ് ബബിത ഇറങ്ങി പോകുമ്പോഴേക്കും രോഹിത്തിന് ആകെപ്പാട് ടെൻഷൻ ആവുന്നുണ്ട്. ആകെ പേടിച്ച് പറിച്ച് രോഹിത് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുമ്പോഴേക്കും 2 വണ്ടി നിറയെ പോലീസുകാർ രോഹിത്തിനെയും കാത്ത് അവിടെ നിൽക്കുകയാണ്. നീ ആണോടാ രോഹിത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അതെ സർ, എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുകയാണ് രോഹിത്. എന്താ പ്രശ്നമെന്ന് നിനക്ക് അറിയില്ലേടാ, നിനക്ക് ഞാൻ എല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം എന്നും പറഞ്ഞ് 2 ഇടിയും അടിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ബാലചന്ദ്രന്റെയും അലീനയുടെയും കൃഷ്ണയുടെയും ബബിതയുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് തന്നെ പോലീസുകാർ രോഹിത്തിനിട്ട് തല്ലുന്നുണ്ട്. സർ, എന്താ പ്രശ്നം? എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നേ? എന്താന്ന് വെച്ചാൽ നിങ്ങൾ കാര്യം പറയാതെ എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നതെന്നൊക്കെ രോഹിത് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും CI ചോദിക്കുകയാണ്, നീയൊക്കെ എന്ത് തോന്നിയാസം കാണിച്ചാലും അതൊന്നും ആരും അറിയില്ലെന്ന് കരുതിയോടാ? സത്യം പറയടാ, നീയൊക്കെ കൂടി ആ പെങ്കൊച്ചിനെ എന്താടാ ചെയ്തത്? കാശുള്ള വീട്ടിലെയാന്ന് പറയാൻ നിനക്കൊക്കെ എന്ത് തോന്നിയാസം ചെയ്യാന്നൊരു ധാരണയുണ്ട്. അതൊന്നും ഇവിടെ നടക്കില്ലടാ. സത്യം പറ, ആ പെങ്കൊച്ചിനെ നിങ്ങൾ കൂടി എന്താ ചെയ്തത്? ആ കൊച്ചിപ്പം മരണത്തോട് മല്ലിട്ട് ഹോസ്പിറ്റലിൽ ICUവിൽ കിടക്കുക. മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് 4 പേരും കൂടി ചേർന്ന് ആ പാവം പെങ്കൊച്ചിനെ പിച്ച് ചീന്തിയില്ലേടാ. നിന്നെ ഒന്നും ഇനി പുറലവും കാണിക്കില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവനിട്ട് പിന്നെയും 2 ഇടിയൊക്കെ കൊടുക്കുകയാണ്. അപ്പോഴേക്കും രോഹിത്തിന് കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട്. അയ്യോ സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആ കുട്ടിയെ തൊട്ടിട്ട് പോലുമില്ല. ഞാൻ പറയുന്നത് സത്യമാണ് സാർ, എന്നെ വിശ്വസിക്കൂ സാർ, പ്ലീസ്. അവർ 3 പേരും കൂടി ആ കുട്ടിയെ ഉപദ്രവിച്ചത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ രോഹിത്. അപ്പോഴേക്കും ആ CI സാറ് പറയണ്ട്, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും രക്ഷപ്പെടാൻ പോകുന്നില്ലടാ. നീയൊക്കെ കൂടി പിച്ചു ചിന്തിയ ആ പെണ്ണിപ്പോൾ ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലിട്ട് ICUവിൽ കിടക്കുക. അതുകൊണ്ട് തൽക്കാലം മോർണിംഗ് പോരെ, ബാക്കിയൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവനെ കൊണ്ടുപോകാൻ നോക്കിയാണ് കേട്ടോ പോലീസുകാർ. രോഹിത് പെട്ടെന്ന് ബാലനോടായിട്ട് പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ പറഞ്ഞത് സത്യമാ അച്ഛാ, ഞാൻ ആ കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല. ഹരിയും ഹരിയുടെ ഫ്രണ്ട്സും കൂടിയിട്ടാ ആ കുട്ടിയെ ഉപദ്രവിച്ചത്. എന്നെ വിശ്വസിക്കച്ചാ, എന്നെ രക്ഷിക്കച്ചാ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ രോഹിത് കരഞ്ഞോണ്ട് ബാലനോട് പറയുന്നുണ്ട്. എന്നാലും ബാലൻ ഒരു അക്ഷരം പോലും മിണ്ടാതെ തല കുനിച്ച് നിൽക്കുകയാണ്. അവർ രോഹിത്തിനെ അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നതൊക്കെ നിസ്സഹായതയോടെ നോക്കി നിൽക്കുകയാണ് ബാലചന്ദ്രൻ. പല പ്രാവശ്യം അവനോട് പറഞ്ഞതാണ് ഹരിയുമായിട്ട് കൂട്ടുകൂടാൻ പോകരുതെന്ന്. അവൻ നിന്നെ വഴിതെറ്റിക്കും, വേണ്ടാത്ത കുരുക്കിലൊക്കെ ചെന്ന് ചാടിക്കുമെന്ന് അവനോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ. എന്നിട്ടും അവൻ അതൊന്നും കേട്ടില്ല, അതൊന്നും അനുസരിച്ചില്ല. അവസാനം ഒരു പെണ്ണുകേസിൽ തന്നെ അവനെ കൊടുക്കുകയും ചെയ്തില്ലേ. ബാലനാകെ തകർന്ന് തരിപ്പണായിട്ട് കസേരയിലിരിക്കുകയാണ് കേട്ടോ. അച്ഛനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്ന് പോലും അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് അലീനയും കൃഷ്ണമോളും ഒക്കെ. അധികം വൈകാതെ തന്നെ ഇത് കാട്ടുതീ പോലെ പടരുന്നുമുണ്ട്. സംഭവം അറിഞ്ഞ് ഓരോരുത്തരും ബാലചന്ദ്രന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ആരുടെയും ഫോണുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല. മൗനമായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഈ പ്രശ്നം ഇനി എങ്ങനെ സോൾവ് ചെയ്യും? ഇതിപ്പോ നാട് മൊത്തം അറിഞ്ഞല്ലോ, മൊത്തത്തിൽ നാണക്കേടായല്ലോ. ഇനി എങ്ങനെ പുറത്ത് തല കാണിക്കും? ഇനിയിപ്പോൾ ആൾക്കാർ ആ ഒരു രീതിയിലല്ലേ കാണുകയുള്ളൂ. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പേരും പ്രശസ്തിയും അന്തസ്സും എല്ലാം തന്നെ പോയല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ച് തന്നെ ഇരിക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. അധികം വൈകാതെ തന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വൈജിയും ഇത് അറിയുന്നുണ്ട്. ഹരിയും രോഹിതും ഹരിയുടെ ഫ്രണ്ട്സും കൂടി ചേർന്നാണ് ഇങ്ങനൊരു കുറ്റകൃത്യം നടത്തിയതെന്നും പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ ICUവിലാണെന്നും പെൺകുട്ടിക്ക് ബോധം തിരിച്ചു കിട്ടിയതിനു ശേഷം മൊഴിയെടുപ്പ് നടന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ തന്നെ ഗോവർദ്ധൻ സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചിട്ട് വന്നിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ബാക്കി പ്രൊസീജിയറിലൊക്കെ അവർ കിടക്കുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പോക്സോ കേസ് ആയതിനാൽ ജാമ്യം കിട്ടുമെന്നും അറിയില്ല എന്നും ഗോവർദ്ധൻ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ബാലചന്ദ്രന് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുകയാണ്. പെട്ടെന്ന് തന്നെ ബാലചന്ദ്രന് വല്ലാതെ നെഞ്ചു വേദനിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ പെട്ടെന്ന് താഴേക്ക് കുഴഞ്ഞു വീഴുന്നുണ്ട്. ബബിതയും കൃഷ്ണമോളും അലീനയൊക്കെ പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛാ, എണ്ണിക്കച്ചാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അലീന പെട്ടെന്ന് തന്നെ ഒരു ആംബുലൻസ് വിളിച്ചു വരുത്തി ഗോവർദ്ധനും അലീനയും കൃഷ്ണയും ബബിതയൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ബാലചന്ദ്രനെ. വീണ്ടും ബാലചന്ദ്രന് ഒരു ഹാർട്ട് അറ്റാക്ക് ആണ് ഉണ്ടായതെന്ന് ഡോക്ടർ പറയുന്നുണ്ട്.
പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതുകൊണ്ടാണ് ബാലന്റെ ജീവന് ആപത്തൊന്നും സംഭവിക്കാതിരുന്നതെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഗംഗാധരനും നീലഗിരിന്ന് ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. രാജീവിനും ശിവനും ഫോണിലൂടെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ പാടെ തന്നെ എറണാകുളത്ത് നിന്ന് മനു എത്തുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത 4 പേരെയും പോലീസുകാർ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യുകയാണ് കേട്ടോ. രോഹിത് ആവുന്നത്ര പറയുന്നുണ്ട്, സാർ എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ പാവം പെൺകുട്ടിയോട് ഇത്രയും ക്രൂരത ചെയ്യാൻ എങ്ങനെ നിനക്കൊക്കെ തോന്നിയടാ? നിനക്കൊക്കെ അമ്മയും പെങ്ങന്മാരും ഉള്ളതല്ലേ? എന്നിട്ടും ആ കുട്ടിയെ ഇത്ര അധികം നീയൊക്കെ ഉപദ്രവിച്ചല്ലോടാ. ആ കുട്ടിക്ക് ബോധം തിരിച്ചു കിട്ടട്ടെ, മൊഴി എടുക്കുമ്പോൾ അറിയാം എന്താ സത്യം എന്നുള്ളത്. അതുവരെ നീയൊക്കെ ഇതിനകത്ത് തന്നെ കിടക്ക് എന്നും പറഞ്ഞ് നല്ല രീതിക്ക് തന്നെ കൈകാര്യം ചെയ്യുകയാണ് പോലീസുകാരും. എന്നാൽ രോഹിത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് അവർക്ക് 3 പേർക്കും അറിയാം. രോഹിത് താഴ്ന്നു വീണ് അവരോട് പറയുന്നുണ്ടെങ്കിലും അവരൊരക്ഷരം പോലും പറയുന്നില്ല കേട്ടോ. നമ്മൾ 4 പേരും കൂടി ചേർന്നല്ലേ പ്ലാൻ ചെയ്തത്, എല്ലാം ഇതുപോലെ ഒപ്പിച്ചു വെച്ചത് നമ്മൾ 4 പേരും കൂടെ ചേർന്നിട്ടാ. രക്ഷപ്പെടാനാണെങ്കിലും നമ്മൾ 4 പേരും രക്ഷപ്പെടണം, അല്ല മറിച്ച് ജയിൽവാസമാണെങ്കിൽ അത് നമ്മൾ 4 പേർക്കും കിട്ടണം എന്ന മട്ടിലാണ് അവർ സംസാരിക്കുന്നതും നിൽക്കുന്നതും. അങ്ങനെ ശരണ്യയുടെ ബോധം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് കേട്ടോ. ശരണ്യ ഇപ്പോൾ അപകടനില തരണം ചെയ്തെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസുകാർ ശരണ്യയ്ക്ക് ബോധം തിരിച്ചു കിട്ടുമ്പോഴേക്കും അവിടെ ചെന്ന് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. ഹരിയുടെ കൂടെ കയറി ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് അവിടെ വരെ പോയെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശരണ്യ പറയുന്നുണ്ട്. എന്തായാലും കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ അവിടെ എന്താ സംഭവിച്ചതെന്നൊക്കെ അറിയില്ല എന്നാണ് പറയുന്നത് ശരണ്യ. പിന്നെ ഇതിനോടകം തന്നെ 4 പേരുടെയും ഫോൺ കോൾസും ഫോണിലെ മെസ്സേജസും എല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. സാഹചര്യ തെളിവുകളും ഇവർക്കെതിരെ തന്നെയാണ്. അവിടെ വെച്ച് ആരെയൊക്കെ കണ്ടു, അത് വല്ല ഓർമ്മയുണ്ടോ എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോഴേക്കും ഹരീനെയും പിന്നെ വേറെ ഒരാളെയും മാത്രമേ ഞാൻ അവിടെ കണ്ടുള്ളൂ എന്നൊക്കെ തന്നെയാണ് ശരണ്യ പറയുന്നത്. ഞാൻ ചതിക്കപ്പെട്ടു എന്നൊക്കെ മനസ്സിലാവുമ്പോൾ ശരണ്യയ്ക്കും അത് ഒട്ടും തന്നെ താങ്ങാനാവുന്നില്ല കേട്ടോ. എന്നാലും ശരണ്യയുടെ മൊഴിയൊക്കെ കണക്കിലെടുത്ത് ഫോൺ കോൾസും ഒക്കെ പരിശോധിച്ചതിന് ശേഷം ഇവർ കുറ്റക്കാരാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ പീഡന കേസിൽ 4 പേരും റിമാൻഡിലാവുന്നുണ്ട്. ഹരിയുടെ കൂടെ കൂട്ടുകൂടിയതിന് രോഹത്തിന് നല്ല മുട്ടൻ തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അലീനയും ബാലചന്ദ്രനൊക്കെ കൂടെ കൂടെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു രോഹിത്തിനെ. ഹരിയുടെ കൂടെ നീ കൂടരുത്, അവൻ നിന്നെ വഴിതെറ്റിക്കും, അവൻ നിന്നെ ജയിലിൽ വരെ കയറ്റും എന്നൊക്കെ പറഞ്ഞതാണ്. അത്രയ്ക്ക് വൃത്തികെട്ട സ്വഭാവമാണ് ഹരിയുടെ. അതുകൊണ്ട് നീ അവനുമായിട്ട് ഒരിക്കലും കൂട്ടുകൂടരുതെന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും തന്നെ നമ്മുടെ രോഹിത് അനുസരിച്ചില്ല. എന്തായാലും അവസാനം അവർ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇപ്പോൾ രോഹിത്തിന് കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അച്ഛനും അലീനും ഒക്കെ പറഞ്ഞത് എത്രത്തോളം ശരിയായിരുന്നു എന്നുള്ളതും ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇവരുടെ കൂട്ടി ഇപ്പം ജയിലിൽ കിടത്തിച്ചു എന്നൊക്കെയുള്ളത് നമ്മുടെ രോഹിത് തിരിച്ചറിയുകയാണ്. തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നതിന് ശേഷം അച്ഛന് വീണ്ടും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെന്നും അച്ഛൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ രോഹിത് അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ ചെയ്തു പോയ തെറ്റ് എത്രത്തോളം വലുതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് രോഹിത് അവിടെ കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ഇപ്പോഴാണ് രോഹിത്തിന് ശരിക്കും താൻ എത്രത്തോളം വലിയൊരു ചതിയിലാണ് പെട്ടുപോയെന്നുള്ളതൊക്കെ മനസ്സിലാകുന്നത്. അങ്ങനെ ഹരി തന്നെ മനഃപൂർവ്വം ഇതിൽ കുടുക്കിയതാണെന്നൊക്കെയുള്ളത് രോഹിത് പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. രോഹിത്തും ഹരിയും പിന്നീട് തമ്മിൽ വലിയ വഴക്കൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ അവസാനം ഈ ചതിയിൽ നിന്ന്, ഈ ഒരു ഊരാക്കുടുക്കിൽ നിന്ന് രോഹിത്തിനെ രക്ഷിക്കുന്നുണ്ട് അലീന. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.